എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നമ്മളെ വീട്ടിലുള്ള താഴെയുള്ള ഒരു തോട്ടിലാക്കി നമ്മൾ പോവാട്ടോ. അപ്പൊ എല്ലാരും ഉണ്ട് കേട്ടോ, ഞങ്ങളും ഉണ്ട് കേട്ടോ. ഞങ്ങള് ശരിക്കും പറഞ്ഞ ഗേൾസ് വൈബ് ആട്ടോ. ഗേൾസ് വൈബ്. ഞങ്ങൾ ഇവിടെ ഒരു അമ്പലപ്പരിപാടി ആയിട്ട് വന്നതാണ്. ഞങ്ങൾ ആദ്യം അമ്മേനോട് പറയാം. അപ്പൊ സിറ്റിയിലൊരു അമ്പല പരിപാടി ഉണ്ട് കേട്ടോ. സിറ്റിയിലൊരു കത്തികുത്തലുണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിട്ട് പോണം. അതിന് മുന്നേ നമ്മളൊന്ന് പുഴയിൽ പോയിട്ട് വരാൻ വിചാരിച്ചു. ഞങ്ങൾ പൊന്നുന്റെ വീട്ടിൽ വന്നപ്പോ ഇങ്ങനെ കണ്ട് മീനെ പിടിക്കാൻ വന്നതാട്ടോ പൊന്നുണ്ട്. അപ്പൊ കുളത്തിൽ പോവാന്ന് പറഞ്ഞപ്പോ വരികയാണ് കേട്ടോ. അത് ഫുള്ളും കാടാണ് കേട്ടോ. കണ്ടോ ഗൈസ്, എൻ്റെ വീട് അതാട്ടോ. അപ്പം ഇത് കഴിഞ്ഞ് വരുമ്പം മൊത്തം അത് മറ്റേ മിറാക്കൾ അല്ല, മറ്റേത് റംബൂട്ടാൻ. അപ്പം നമ്മൾ പോവാട്ടോ. അവിടെ അറിയില്ല കേട്ടോ, പൊന്നാണ് പറഞ്ഞത്. നേരെ പോയിക്കോ, ബാക്കിൽ വരുന്നിട്ടോ. ഇപ്പൊ പോയേനെ. കണ്ടോ ഇത്രയും പോകുന്ന തെങ്ങൊക്കെ. ഇതൊടിയുണ്ട്, ഇതിൽ പിടിക്കേണ്ട ആരും. തോട്ടിക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. പുഴ അട്ടമെല്ലാം കയറി എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിൽ നോക്ക് ഗൈസ്, ഇതൊക്കെ വേറെ ആളുടെ കാടാട്ടോ. ആ ആളുടെ വീടാണ് മേലെ കാണുന്നത്. ഉണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ ഇത്തരം പോകുന്ന മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, ഇത്തരം പോകുന്ന മീനൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ ചെറിയ തോടുന്ന്. ഡ്രസ്സൊക്കെ കഴിക്കാവൂല. കുളമീനാണ് ശരിക്കും. ചാടേ ഗൈസ്, നമ്മളിപ്പറേ വന്നു. അവരവിടെ നാടകം കളിച്ചോണ്ടിരിക്കുക. അവര് വന്നു. നമ്മൾ വന്നാൽ അലക്കുന്നതൊക്കെ ഇവിടെയാട്ടോ. വന്നാലും നമ്മൾ അലക്കുന്നതൊക്കെ ഇവിടെയാ. തോട് ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മുടെ കാലിൻ്റെ അത്രേ ഉള്ളൂ കേട്ടോ തോട്. കണ്ടോ അവിടെ പോട്ടാ, കാലിൽ വെള്ളം ഇത്രേ കൊള്ളുള്ളൂ, ഇത്രേ വെള്ളമുള്ളൂ. കാരണം ഇത്ര ദിവസം അവിടെ ഇവിടെയൊന്നും വെള്ളം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പുറത്ത് വന്നാൽ അത്യാവശ്യത്തിന് വെള്ളമുണ്ട്, ആഴമുണ്ട്. പണ്ടൊക്കെ ഇതിൽ നമ്മുടെ ദേഹത്തിൻ്റെ ഒക്കെ നമ്മൾ ഇത് കൂടെ കയറിപ്പോ. അപ്പോൾ അവരവിടെ നാടകം കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ